ഹായ് ഗൈസ്, സോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. നമ്മൾ കുറേ നാളായി ഡേ ഇൻ മൈ ലൈഫും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. ആക്ച്വലി നമുക്കിപ്പോൾ ഫൈനൽസൊക്കെ ആവാറായി. ഇപ്പോൾ പ്രസൻറ്റേഷൻ വീക്കൊക്കെ ഓൺ ഗോയിങ് ആണ്. സോ അതിൻ്റെയൊക്കെ കുറേ ഡിലേസും കാര്യങ്ങളൊക്കെയാണ് വന്നത്. സോ അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഒരു പ്രസൻറ്റേഷൻ ഒക്കെ ഉള്ള ഒരു ഡേ ആണ്. നമ്മളിപ്പോൾ കുറച്ചധികം കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ വീഡിയോ ഫുള്ളായിട്ട് കാണുക. നമുക്കിപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. സോ അപ്പോൾ ഇത് ആക്ച്വലി ഫ്രൈഡേയിലത്തെ ഒരു വ്ലോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റു, പ്രസൻറ്റേഷന് പ്രിപ്പയർ ചെയ്യുകയാണ്. നമുക്ക് മോർണിംഗ് തന്നെ ക്ലാസ് ഉണ്ട്, പ്രസൻറ്റേഷൻ ഉണ്ട്. സോ അപ്പോൾ അതിന് കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണ്. നമുക്കിന്ന് ഹിസ്റ്റോളജീൻ്റെ പ്രസൻറ്റേഷൻ ആണ് ഉള്ളത് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഞാൻ ജസ്റ്റ് റെഫർ ചെയ്യുകയാണ് രാവിലെ തന്നെ. ആൻഡ് നമുക്ക് ഇന്നലെയും ഒരു പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു അൺടിൽ ഈവനിങ്. സോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിപ്പോൾ അടുത്ത ദിവസത്തേക്കുള്ളത് പ്രിപ്പയർ ചെയ്യാൻ കുറച്ച് ടൈം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. സോ അപ്പോൾ അത് ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് മാക്സിമം നേരത്തെ തന്നെ ഉള്ള ടോപ്പിക്സൊക്കെ കവർ ചെയ്യാണ്. ആൻഡ് ഇതിപ്പോൾ നമ്മൾ ഒരു വീക്ക് മുന്നേ പ്രസൻറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അന്നത്തെ സെമിനാറിനുള്ളത് നമുക്ക് പഠിക്കാനുണ്ടാവും. പ്ലസ് നമ്മുടെ സെമിനാറിനുള്ളതും കൂടെ പ്ലസ് നമ്മുടെ പ്രസൻറ്റേഷനുള്ളതും കൂടെ പ്രിപ്പയർ ചെയ്യണം. സോ അപ്പോൾ അതിൻ്റെ അത്യാവശ്യം കുറച്ച് അധികം പ്രിപ്പയർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിങ്ങനെ നോക്കിയിട്ട് ചെയ്യാണ്. സോ അങ്ങനെ ഇപ്പോൾ മോർണിംഗ്, അതായത് സൺറൈസ് ഒക്കെ കഴിഞ്ഞു. ആൻഡ് ഇപ്പോൾ ഇവിടെ സമ്മർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡേ ടൈം കൂടുതലാണല്ലോ. അപ്പം നേരത്തെ തന്നെ സൺറൈസ് ഉണ്ടാവും. സോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമുക്കൊരു ക്ലാസ് ഒരു 10:50 വരുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് രാവിലെ തന്നെ റെഡി ആയിട്ട് പോകണം. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കൂടെ പഠിച്ചിട്ട് പിന്നെ നേരെ റെഡി ആവാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇത് എൻ്റെ ഒരു സ്റ്റഡി സ്പേസിലത്തെ അവിടുത്തെ വിൻഡോ വ്യൂ ആണ്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ബ്രൈറ്റ് ആയിട്ടുള്ള സ്കൈ ആയിരുന്നു. അപ്പോൾ നമ്മളവിടെ വെറുതെ കുറച്ച് നേരം നോക്കി നിന്നു. പക്ഷെ നമുക്ക് കളയാൻ ഒട്ടും ടൈം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ വേഗം പോയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. റെഡി ആയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ആൻഡ് ഈ ഒരു അപ്പാർട്ട്മെൻറ്റിലെ ഏറ്റവും വലിയൊരു ഭയങ്കര ഒരു ഭംഗിയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നിന്നാലും നമുക്ക് വ്യൂ അടിപൊളിയാണ്. സോ ഇതാണ് നമ്മുടെ കിച്ചണിൻ്റെ കിച്ചണിലുള്ള വിൻഡോയിലെ വ്യൂ ആണിത്. അപ്പോൾ പിന്നെ ഞാൻ അവിടെ നോക്കി ടൈം കളഞ്ഞില്ല, നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. സോ അപ്പോൾ ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു യോഗർട്ടും ഓട്സൊക്കെ ഇട്ടിട്ടുള്ള ഈ ഒരു ബൗളാണ്. ചിയാ സീഡൊക്കെ ഇട്ട് ജസ്റ്റ് ഞാൻ മിക്സ് ചെയ്തെടുത്തത്. ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്യാനൊന്നുമില്ല, കാരണം ഞാൻ കംപ്ലീറ്റ്ലി എൻ്റെ കാര്യം മറന്നുപോയി. അപ്പോൾ ജസ്റ്റ് മോർണിംഗ് എടുത്തിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിച്ചതാണ് യോഗർട്ടൊക്കെ ആയിട്ട്. സോ അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ റെഡി ആയിട്ട് നമ്മൾ നേരെ പോകാൻ നിൽക്കുകയാണ്. സോ അങ്ങനെ ബാഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് സെറ്റ് ചെയ്യാണ് കേട്ടോ. സോ ഇന്ന് ലക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ പോയതും ബസ് വന്നതും ഒരുമിച്ചായിരുന്നു. സോ നമ്മളങ്ങനെ പെട്ടെന്ന് തന്നെ ബസ്സിൽ കയറി നേരെ പോവാണ്. എന്നിട്ടിപ്പോൾ ഇവിടെ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ മാറിയ ശേഷം ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് ബസ്സാണ് കേട്ടോ, മെട്രോനെക്കാട്ടിലും. മുന്നേ മെട്രോ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നെങ്കിലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ബസ്സാണ്. സോ അപ്പോൾ നമ്മൾ നേരെ ക്ലാസ്സിലോട്ട് പോവാണ്. നമ്മൾ കുറച്ചധികം നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നിട്ട് പ്രിപ്പയർ ചെയ്യാണ്. ഇതാണ് നമ്മുടെ ക്ലാസ്. അപ്പം ഞാൻ ആ ക്ലാസ്സിൻ്റെ പുറത്ത് നമുക്ക് ബീൻ ബാഗൊക്കെ ഇട്ടിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാവും. സോ ഞാൻ ജസ്റ്റ് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കാര്യങ്ങൾക്കൊന്ന് റിവൈസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ടൈം ആയപ്പോൾ ക്ലാസ്സിൽ കയറി. ദെൻ പിന്നെ നമ്മൾ പ്രസൻറ്റേഷനൊക്കെ കഴിഞ്ഞു. ദെൻ അതുപോലെ സെമിനാറും ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ക്ലാസ്സിനകത്ത് കയറിയിട്ട് അധികം വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് ഡോക്ടർ കുറച്ച് സ്ട്രിക്റ്റ് ആണ്. സോ അപ്പോൾ അതിൻ്റെ അകത്ത് കയറിയിട്ട് പെട്ടെന്ന് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി. പിന്നെ നമ്മൾ പെട്ടെന്നാണ് ഒരു പ്ലാൻ വന്നത്, നമുക്ക് സിറ്റി മോളിൽ പോകാമെന്നുള്ളത്. ആൻഡ് സെമിസ്റ്റർ എൻഡ് ആവുകയാണല്ലോ. സോ ലാസ്റ്റ് ക്ലാസ്സൊക്കെ ആയിരുന്നു. നമ്മൾ ജസ്റ്റ് എന്തായാലും എൻഡായി, ഇപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോകാൻ കരുതിയിട്ട് ഞങ്ങൾ സിറ്റി മോളിൽ പോവാണ്. ആൻഡ് നമ്മൾ പോകുന്ന വഴിക്കാണ് സിറ്റി മോളിലുള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ ബസ് എടുത്തിട്ട് നേരെ അങ്ങോട്ട് പോവാണ്. സോ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. നമ്മൾ വെറുതെ ജസ്റ്റ് ഒന്ന് കറങ്ങാനും വെറുതെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ജസ്റ്റ് ഷോപ്പിലേക്ക് കയറി ഇറങ്ങാനൊക്കെ ആയിട്ട് വന്നതാണ്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കണം, അതായിരുന്നു ബേസിക് ആയിട്ടുള്ള പ്ലാൻ. അങ്ങനെ ഞങ്ങൾ എവിടെ കയറും എന്ന് ആലോചിച്ച് ഇങ്ങനെ നടന്നു. ലാസ്റ്റ് മിനീസോ കണ്ടു. അങ്ങനെ മിനീസോയിൽ കയറി. ദെൻ അവിടെ നമുക്ക് എന്തായാലും കുറേ ക്യൂട്ട് സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി ജസ്റ്റ് കയറി ഇറങ്ങി നടക്കുകയാണ്. ആൻഡ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്.
അപ്പം നമ്മൾ ഒന്നും തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ നമ്മൾ വെറുതെ ഒക്കെ നോക്കിയിട്ട് തിരിച്ചറിഞ്ഞു. For whom? For you? Yes. Oh, wait. This? Yes. Come here. How much? How much? That's so crazy. Oh, Favor, look at that. How cute. This, I mean, the journals. Journals. Yeah. I think I'll come back for you. അങ്ങനെ മിനിസോന്ന് ഇറങ്ങിയിട്ട് നമ്മൾ മുകളിലത്തെ ഫ്ലോറിൽ പോയി. നമ്മുടെ ബേസിക്കായിട്ടുള്ള ലക്ഷ്യം മീൻസ് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങൾ ന്യൂയോർക്കുകളിൽ കയറി. ദെൻ അവിടെ നിന്ന് ഞങ്ങളിങ്ങനെ കുറച്ച് വെറുതെ കളക്ഷൻസൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് വെറുതെ ഇങ്ങനെ നടക്കുകയാണ്. ആൻഡ് അതിലവിടെ വേറെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കളക്ഷൻസ്, നല്ല ഓഫറിൽ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോയതല്ലാത്തതുകൊണ്ട് ഞങ്ങളൊന്നും എടുത്തില്ല. പക്ഷെ നല്ല കളക്ഷൻസും നല്ല ഓഫേഴ്സും ആയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം ഫുഡ് കോർട്ടിൽ വന്നു. ദെൻ പിന്നെ അവിടെ നമ്മളിങ്ങനെ എന്ത് വാങ്ങിക്കണം എന്നുള്ള കൺഫ്യൂഷനിലായി. എന്തെങ്കിലും ഡെസേർട്ട്സ് ഓർഡർ ചെയ്യണോ, അതില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബർഗർ കഴിക്കണോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളത് പിന്നെ കുറേ നേരം അതിൻ്റെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഞങ്ങൾ വിചാരിച്ചു ഡങ്കിനിൽ കയറിയിട്ട് ഡോണറ്റ്സ് കഴിക്കാമെന്ന്. സോ പിന്നെ അത് കഴിച്ച് അത് ഓർഡർ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ബർഗറോ സാൻഡ്വിച്ചോ കഴിക്കാൻ വെച്ചിട്ട് പിന്നെ ആ ഇത് ക്യാൻസൽ ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ വേറെ പ്ലാൻ മാറ്റിയത്. അങ്ങനെ ഞങ്ങളുടെ ഇനീഷ്യൽ പ്ലാൻ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ ബർഗർ കിങ്ങിൽ പോയി. അവിടെ ചെന്നിട്ട് നമ്മളൊരു കോംബോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സാൻഡ്വിച്ചും അതുപോലെ കോൾഡ് ഡ്രിങ്ക്സും ഫ്രൈസൊക്കെ വരുന്നൊരു കോംബോ ഓർഡർ ചെയ്തു. പിന്നെ നമ്മളവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അവിടെ അല്ല വെയിറ്റ് ചെയ്തത്, നമ്മൾ എന്താ പറയുക, ഫുഡ് കഴിക്കുന്ന ആ ഒരു സ്പേസ് ഉണ്ടല്ലോ, അവിടെ വന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫുഡ് വന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ഫുഡ് കഴിക്കലായിരുന്നു പരിപാടി. പിന്നെ അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു കോംബോ. ചിക്കൻ റോയൽ സാൻഡ്വിച്ചും ഫ്രൈസും പിന്നെ നമ്മൾ ഫാൻ്റെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇവിടുത്തെ ഫ്രൈസ് എനിക്ക് നല്ലോണം ഇഷ്ടമായി. ഞാൻ മുന്നേ KFC കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടുത്തെ ഫ്രൈസ് കുറച്ച് കൂടുതൽ ഇഷ്ടമായി കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ കഴിച്ചു. ദെൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും എൻ്റെ ഫോണിൻ്റെ ബാറ്ററി കംപ്ലീറ്റ്ലി ഡ്രെയിനായി. സോ പിന്നെ എനിക്കങ്ങനെ അധികം വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയില്ല. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ മോളിലൊക്കെ പോയിട്ട് വന്നു. ആൻഡ് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു, കുറച്ചധികം നേരം റെസ്റ്റ് എടുത്തു. ആൻഡ് ഇപ്പോൾ ടൈം അറൗണ്ട് ഒരു 5:30 ആയിട്ടുണ്ട്. ഞാൻ വന്ന ടൈമിൽ എൻ്റെ ഫോണിൻ്റെ ബാറ്ററി തീർന്നിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് എനിക്ക് ബാക്കി കുറച്ച് വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ഇപ്പോൾ 5:30 ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാനിപ്പോൾ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിലുള്ള ഈ ഒരു ഏരിയയിലെന്ന് പറയുന്നത് കുറേ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള കുറേ അടിപൊളി സ്ഥലങ്ങളുണ്ട്. നമുക്ക് പഠിക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഭയങ്കര കുറേ സ്പേസ് ഉണ്ട്. സോ അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് അവിടെ പോയിരുന്ന് പഠിക്കാം. ആൻഡ് വേറൊരു കാര്യം, ഇപ്പോൾ ഇവിടെ സമ്മർ ആയതുകൊണ്ട് തന്നെ ഡേ ടൈം നമുക്ക് കൂടുതലാണ്. അതായത് നൈറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇരുട്ടി വരാനായിട്ട് 9 മണിയാവും. സോ അതുവരെ നമുക്ക് എന്തായാലും പുറത്തൊക്കെ ഭയങ്കര ചില്ല് ചെയ്തൊക്കെ ഇരിക്കാം. ആൻഡ് നാളെ എനിക്ക് ഒരു പ്രസൻറ്റേഷനും കൂടെ ഉണ്ട്. അതും കൂടെ കഴിയുമ്പോൾ നമ്മുടെ ഈ സെമ്മിലെ പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ കഴിയും. ഈ സെമ്മിലെ ലാസ്റ്റ് പ്രസൻറ്റേഷൻ ആണത്. സോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം, പഠിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ പോയിരുന്ന് പഠിക്കാം എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് ഇങ്ങനെ റെഡിയായി നിൽപ്പുണ്ട്. അപ്പോൾ എന്തായാലും ബാക്കി കാണിച്ചു തരാം. വൈകിട്ട് 6 മണിയാണെങ്കിലും സൂര്യൻ കത്തി ജ്വലിച്ച് നിൽക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാർക്ക് കേട്ടോ, നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ടടുത്താണ്. സോ ഇത് ഭയങ്കര പീസ്ഫുള്ളാണ്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഞാൻ പോയ ടൈമിൽ അത്യാവശ്യം നല്ല കാറ്റും കൂടെ ഉണ്ടായിരുന്നു. അപ്പം നല്ല
കുറച്ചും കൂടുതൽ ഭയങ്കര അടിപൊളി അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അപ്പോൾ നാളെ നമുക്ക് ഒരു പ്രസൻറ്റേഷനും കൂടെ ഉണ്ട്. സോ അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ പ്രസൻറ്റേഷൻ എന്ന പരിപാടികളൊക്കെ കഴിയും. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ ഇവിടെ ഇരുന്നാലും അത്യാവശ്യം നല്ല വ്യൂ ആണ് കേട്ടോ കാണാൻ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഞാൻ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഇതാണ് നമ്മുടെ നാളത്തെ PPT ഗൈസ്. നാളെ നമുക്ക് മൈക്രോബയോളജീൻ്റെ പ്രസൻറ്റേഷൻ ആണ്. സോ അപ്പോൾ അതും കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ അവിടെ ഇരുന്ന് പഠിക്കുമായിരുന്നു. അപ്പോൾ നമ്മളിവിടെ കുറേ നേരം പഠിച്ചതിന് ശേഷം പിന്നെ നമ്മൾ തിരിച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മർ ആയി കഴിഞ്ഞാലുള്ള വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സൺസെറ്റ് വ്യൂ ഭയങ്കര അടിപൊളിയാണ്. അത്രയും ബ്യൂട്ടിഫുൾ ആണ്. നമ്മൾ വിചാരിക്കും ഫിൽറ്റർ ഇട്ട് എടുക്കുന്നതാണ്, പക്ഷേ ലിറ്ററലി അത് നേരിട്ട് കാണുമ്പോഴും മനസ്സിലുള്ളൂ അത്രയും അടിപൊളിയാണ് സമ്മറിൽ ഇവിടുത്തെ സൺസെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ കുറേ നമ്മൾ എൻജോയ് ചെയ്ത് നിന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരാം. സോ അതുവരേക്കും ബൈ.